ക്ഷേത്രത്തിന്റെ വടക്കുവശത്തെ ഭോജനശാലയിൽ തൂശനിലകൾ നിരന്നു. വിഭവങ്ങൾ ഓരോന്നായി ഇലകളിലേക്ക് എത്തുമ്പോൾ ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു വാനര സംഘം. മരച്ചില്ലകളിലും മതിലുകളിലും ഇടം പിടിച്ച വാനരന്മാർ വിളമ്പുന്ന ഓരോ വിഭവവും കൗതുകത്തോടെ നോക്കിക്കണ്ടു. അവസാന വിഭവവും വിളമ്പി ചോറിട്ട് ആളുകൾ മാറി നിൽക്കുന്നതുവരെ അവർ ക്ഷമയോടെ കാത്തിരുന്നു. വിളമ്പിയവർ മാറി നിന്നതോടെ വാനര സംഘത്തിലെ മുതിർന്ന നേതാവ് മുറിവാലൻ ആദ്യമെത്തി സദ്യ രുചിച്ചു. പിന്നാലെ മരച്ചില്ലകളിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി വന്ന് ഇലകൾക്ക് മുന്നിൽ ഇടം പിടിച്ചു. കൗതുകമുണർത്തുന്ന കാഴ്ചകൾക്കാണ് പിന്നീട് ഭോജനശാല സാക്ഷ്യം വഹിച്ചത്. നമ്മൾ ഭംഗിയായിട്ട് ഓണസദ്യ കഴിക്കുമ്പോൾ അവർ പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഈ ഒരു വിഭാഗത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുന്ന അവസ്ഥയെന്ന് പറയുമ്പോൾ നമുക്ക് വേദനാജനകമാണ്. അന്ന് അത് മനസ്സിലാക്കിയാണ് ഉത്രാട ദിവസം അവർക്ക് എൻ്റെ കണക്കായിട്ട് ഉത്രാട സദ്യ പല വിഭവങ്ങളോടുകൂടി ഇവിടെ കൊടുത്തു വരുന്നത്. അമ്മമാർ കുഞ്ഞുങ്ങളെ ഒപ്പമിരുത്തി ഭക്ഷണം വാരി നൽകി. കുഞ്ഞുങ്ങൾ മുതൽ മുത്തശ്ശന്മാർ വരെയുള്ള വാനരന്മാർ തമ്മിൽ ഇണങ്ങിയും പിണങ്ങിയും അല്പം കുറുമ്പോടെ അടുത്ത ഇലകളിലേക്ക് കൈകടത്തിയുമൊക്കെ സദ്യ ആസ്വദിച്ചു. 1982 മുതൽ മുടങ്ങാതെ തുടരുന്ന ഈ അപൂർവ വാനര സദ്യ കാണാൻ ദൂരദേശങ്ങളിൽ നിന്നുപോലും നൂറുകണക്കിന് ഭക്തരും കാണികളുമാണ് ശാസ്താംകോട്ടയിലേക്ക് എത്തിയത്. അമൃത ന്യൂസ്, കൊല്ലം.